കോഴിക്കോട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ വെള്ളായിക്കോടിനെയും വാഴയൂർ ഗ്രാമപഞ്ചായത്തിലെ മുളപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന പാലം വേണമെന്ന ആവശ്യമുയർന്നിട്ട് പതിറ്റാണ്ടുകൾ കഴിയുകയാണ്. പ്രതിഷേധവുമായി പലവട്ടം നാട്ടുകാർ രംഗത്തെത്തിയിട്ടും പാലം എന്നത് ഇപ്പോഴും സ്വപ്നമായി തുടരുന്നു. 2012 പാലത്തിന് വേണ്ടിയുള്ള ടോക്കൺ തുക സർക്കാർ ബജറ്റിൽ വകയിരുത്തിയെങ്കിലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ വെള്ളായിക്കോട് കടവിലാണ്. ഇവിടെ ഒരു പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 32 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു തോണി അപകടം സംഭവിച്ചു. അന്ന് പൊലിഞ്ഞത് 6 ജീവനുകളാണ്. അന്നു മുതൽ ഇന്ന് വരെ ഇവിടുത്തെ നാട്ടുകാർ ഈ പാലത്തിനായി മുറവിളി കൂട്ടുകയാണ്. മാറി മാറി വന്ന സർക്കാരുകൾ ഇതിനെയൊന്നും ഗൗനിച്ചിട്ടില്ല. അതിനാൽ നാട്ടുകാർ പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ പാലം വേണം, നാട്ടുകാർക്കായി പാലം വേണം. യാത്രാ ദുരിതം കൊണ്ട് ജനങ്ങൾ അടുത്തു കഴിഞ്ഞു. അധികാരികളെ, സാങ്കേതിക അനുമതി ലഭിച്ചതിന് ശേഷം 10 വർഷമായി ഈ പാലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അധികാരികൾ. 32 വർഷമായി ഇവിടെ തോണി അപകടം ഉണ്ടായിട്ട് 6 പേർ മരിച്ചിട്ട്. പാലം കിട്ടിയേ മതിയാവും. അതിന് ഏത് തലത്തിലുള്ള പോരാട്ടവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. 2012 പാലത്തിനായി ബഡ്ജറ്റിൽ തുക അനുവദിച്ചു. പക്ഷേ ഒരു നടപടിയും പിന്നീടുണ്ടായില്ല. 2023 ജങ്കാർ സർവീസ് ആരംഭിച്ചു. പക്ഷേ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് അതും നിർത്തിവെച്ചു. ഇതോടെയാണ് എൻ്റെ പുറകിൽ കാണുന്ന മാതൃകയിൽ സമരവുമായി ഇവർ രംഗത്തേക്കിറങ്ങാൻ നിർബന്ധിതരായത്. 15 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് വേണം അറപ്പുഴ വഴി, നാഷണൽ ഹൈവേ വഴി അവർക്ക് മറുകരയിലെത്താൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു പാലം വേണം എന്നുള്ള മുറവിളി തുടങ്ങിയിട്ട് നാളുകളേറെയായി. മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ് ഈ പാലം. അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലുള്ള ആളുകൾക്ക് ഇവിടെ ഷാഫി കോളേജ്, വേദവ്യാസ എഞ്ചിനീയറിംഗ് കോളേജ്, കാലിക്കറ്റ് എയർപോർട്ട്, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥലത്തേക്ക് ഒരുപാട് കിലോമീറ്ററുകൾ ദൂരം കുറയുന്ന രീതിയിലുള്ള എളുപ്പവഴിയാണ് ഇത്. പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഞങ്ങളുടെ ഭരണസമിതി ആക്ഷൻ കമ്മിറ്റിയുടെ കൂടെ ഈ നിലപാട് സഫലമാക്കുവാൻ വേണ്ടി കൂടെ ഉണ്ടാവും. ഏത് വിധേനയും ഇത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികളായ ഞങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ഉദ്ദേശം. അത് യാഥാർത്ഥ്യമാകുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒരു നാടൊന്നാകെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ. നാളുകളായുള്ള ഇവരുടെ ആവശ്യം പാലമെന്ന ആവശ്യം, അതിന് കൃത്യമായിട്ട് മറുപടി വേണം. പാലം ഉടൻ യാഥാർത്ഥ്യമാകണം. ഫെബ്രുവരി 16 കോഴിക്കോട് കളക്ട്രേറ്റിലാണ് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.